ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോ രാജീവ് സാറ് ഫോൺ കട്ട് ചെയ്യായിരുന്നു. ആദ്യത്തെ കുഞ്ഞ് അബോട്ടായപ്പോ മുതൽ എന്നിൽ നിന്ന് രാജീവേട്ടൻ അകന്നതാ. ഈ റിസർച്ച് എന്നും പറഞ്ഞു പോയത് തന്നെ എന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാനാ. ശാലിനിക്കറിയോ, മനുഷ്യൻ ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിയാത്തതും ഇനി ഒരിക്കലും കണ്ടുപിടിക്കാൻ സാധ്യതയില്ലാത്തതുമായ ഒരൊറ്റ കാര്യമുള്ളൂ. നമ്മുടെ മുന്നിൽ ചിരിച്ചു കാണിക്കുന്ന മുഖങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ മുഖം. ആ മുഖത്താണ് അവരുടെ ക്രൂരതകൾ മുഴുവനും ഒളിഞ്ഞിരിക്കുന്നത്. ദേഷ്യവും വൈരാഗ്യവും സങ്കടവും പകയും എല്ലാം ഒളിഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ മുഖം ഒരിക്കലും നമ്മളെ കാണുന്നില്ല, നമ്മളെ കാണിക്കുന്നില്ല. ചിലര് പറയാറില്ലേ, അവനിൽ ഒരു ക്രിമിനൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നും രാജീവേട്ടൻ അങ്ങനെ ഒരാളാണോന്ന്. നമ്മളൊന്നും നേരിൽ കാണുന്ന ഒരാളെ അല്ല, നമുക്ക് മുന്നിൽ ചിരിച്ചു കാണിക്കുന്ന ആളെ അല്ല. യുഎസിലേക്ക് റിസർച്ചിന് പോയിരിക്കുന്നത് തന്നെ കൂടെയുള്ള ഒരു സഹപ്രവർത്തകയുടെ കൂടെ. അസിസ്റ്റന്റ് അത്രേ. എന്തിന്റെ അസിസ്റ്റന്റ്? മോളെ എടി. അതെ അമ്മ, അങ്ങനൊരു ബന്ധവും ഇതിന്റെ ഒപ്പം അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് സ്നേഹം പകുതിയായി പോകുന്നതിലല്ല പരാതി, ഒട്ടും കിട്ടാതെ വരുമ്പോഴാ. ഞാനൊരു പെണ്ണല്ലേ അമ്മ, എല്ലാവരും പോലെ ജീവിക്കണമെന്ന് എനിക്കൊരു കൊതി ഉണ്ടാവില്ലേ? ഇതിപ്പോ ഞാനിവിടെ എന്റെ കഥയുടെ രണ്ടാം ഭാഗം കേൾക്കുന്ന അവസ്ഥയായി പോയല്ലോ മോളെ. ഇല്ല ചേച്ചി, ഇനി ഒരു ശാരദ നമ്മുടെ കുടുംബത്തിൽ വേണ്ട. രാജീവ് സാറിനോട് ഞാൻ സംസാരിക്കാം. അങ്ങനെ ആർക്കും എഴുതി തള്ളാൻ ഞാൻ എന്റെ കൂടെ പിറപ്പുകളെ വിട്ടുകൊടുക്കില്ല. അമ്മയെ ഉപേക്ഷിച്ച മറ്റൊരു ബന്ധത്തിലേക്ക് പോകുമ്പോ ഇങ്ങനെ ഒപ്പം നിൽക്കാൻ അമ്മയ്ക്ക് കൈത്താങ്ങില്ലായിരുന്നു. പക്ഷേ സ്ഥിതി ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഏത് വഴിക്ക് നീങ്ങാനുള്ള അധികാരവും അവസരവും നമുക്കുണ്ട്. അത് ഞാൻ നല്ല രീതിയിൽ ഉപയോഗിക്കുക തന്നെ ചെയ്യും. രാജീവ് സാറിനെ ഓർത്ത് ഇനി എന്റെ ചേച്ചി കണ്ണുനീരിനെ ആശ്രയിക്കേണ്ടി വരില്ല. ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കിയിരിക്കും. മോളെ, ഈ സമയത്ത് അധികം സങ്കടപ്പെടരുത്. അത് കുഞ്ഞിനെ നന്നായി ബാധിക്കും. ശാരദയ്ക്കും മക്കൾക്കും സങ്കടം മാത്രം മതിയെന്ന് ഈശ്വരന്മാരെല്ലാരും കരുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും മോളെ? സഹിക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ. ഭർത്താവില്ലാത്ത കുട്ടിയും കൊണ്ട് എന്റെ മോൾ ഇവിടെ ഹോട്ടൽ പണിയെടുത്ത് ജീവിക്കേണ്ടി വരൂ എന്റെ ദേവി.